നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 79. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം, അതിലിതിരിപ്പതെപ്രകാരം. ഹനനവുമിങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. സമയം എന്നു പറഞ്ഞാൽ എന്താണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ട് സൂര്യനെ വലം വയ്ക്കുമ്പോൾ സൂര്യനെ കണ്ടു തുടങ്ങുന്നത് മുതൽ കാണാതിരിക്കുന്നതുവരെയും വീണ്ടും കണ്ടു തുടങ്ങുന്നതുവരെയുമുള്ള കാത്തിരിപ്പിനാണ് നാം ഒരു ദിവസം എന്ന് പറയുന്നത്. കിഴക്കേ ചക്രവാളത്തിൽ നിന്നും ഉയരുന്ന സൂര്യൻ്റെ ഗതി പടിഞ്ഞാറേ ചക്രവാളത്തിലെത്തുന്നതുവരെ ആരും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. എന്നാലും മനസ്സിൽ അത് ചിത്രീകരിക്കുന്നതിന് പ്രയാസമില്ല. ഭൂമിയുടെ വട്ടത്തിലുള്ള കറക്കവും നെട്ടോട്ടത്തിലുള്ള ചലനവും കൂടി മനസ്സിൽ കുറുക്കിപ്പറ്റിച്ച് താത്വികമായി എണ്ണാവുന്ന ഒരു ചലന സങ്കല്പം നാം മെനഞ്ഞെടുക്കുന്നു. അതിനെ കിഴിച്ചും പെരുക്കിയും അളക്കാം എന്ന് നാം പൊതുവെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. 34 ശ്ലോകം ധ്യാനത്തിനെടുത്തപ്പോൾ നാം സെയിന്റ് അഗസ്റ്റിൻ്റെ പ്രാർത്ഥന ഉദ്ധരിച്ചിരുന്നു. ആ അഗസ്റ്റിൻ തന്നെ സമയത്തെ പറ്റി സംഗതമായ പലതും ചോദിക്കുന്നു. കോട്ട്: ഈ സൂര്യചന്ദ്രന്മാർ ഇല്ലാതാവുകയും ഭൂമി നിശ്ചലമാവുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഒരു കുശവന്റെ മെനച്ചിൽ ചക്രം മാത്രം കറങ്ങുകയാണെങ്കിൽ അത് സമയത്തെ ഉണ്ടാക്കുകയില്ലേ? അതോ അത് സമയത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ മാത്രം വലുതല്ലെന്നുണ്ടോ? പദാർത്ഥങ്ങളുടെ ചലനമാണ് സമയമെങ്കിൽ ചലനത്തെ അളക്കുന്നത് എന്തുകൊണ്ടാണ്? സമയം കൊണ്ട് ചലനത്തെ അളക്കുമോ അതോ ചലനം കൊണ്ട് സമയത്തെ അളക്കുമോ? ഒരു പകൽ എന്ന് പറയുന്നത് ആകാശത്ത് പലയിടത്തായി സൂര്യനെ കണ്ടതിലുള്ള അനുസ്യൂതമായ കാഴ്ചയുടെ സംഗ്രഹമാണെങ്കിൽ രാത്രി എന്ന് പറയുന്നത് എന്താണ്? പടിഞ്ഞാറു കാണാതായ സൂര്യനെ കിഴക്കു വീണ്ടും കാണുന്നതിനുള്ള പേരാണോ രാത്രി? സൂര്യൻ സാപേക്ഷമായി ചക്രവാളത്തിനോട് ബന്ധപ്പെട്ടു കാണുന്നത് ദിവസത്തിന്റെ ഗണനയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ രാത്രിയെ നിശ്ചയിക്കാൻ അങ്ങനെയൊരു ഉപാധി വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? ഇതുപോലെ ഇനിയും പലതും ചോദിക്കാം. അൺകോട്ട്. ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും മധ്യരേഖയിലും നിൽക്കുന്ന 3 പേർ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നത് ഒരേ ഋജുരേഖയിൽ നിന്നാണോ? ഏറിയ പക്ഷവും ഉത്തരധ്രുവത്തിൽ സൂര്യൻ ഉദിക്കുമ്പോഴല്ലല്ലോ ദക്ഷിണധ്രുവത്തിൽ ഉദിക്കുന്നത്. നാം ഇപ്പോൾ പരിചിന്ത ചെയ്യുന്നത് സമയമോ ചലനമോ സംഭവമോ സ്ഥൈതികതയോ? ചലനമാണെന്ന് സമ്മതിച്ചാൽ ഏതിൻ്റെ ചലനം? സൗരയൂഥത്തെ ഒന്നായി ആകർഷണ വലയത്തിൽ കെട്ടിയിട്ടുകൊണ്ട് എണ്ണമറ്റ നക്ഷത്രജാലത്തോടൊപ്പം ആകാശഗമനം ചെയ്യുന്ന സുരനദിയുടെ ചലനമോ, അതായത് ഗാലക്സിയുടെ ചലനമോ? അതോ സൗരയൂഥത്തിൻ്റെ മാത്രം ചലനമോ? അതോ സൗരയൂഥത്തിൽ തന്നെ നിശ്ചലനമായ സ്ഥാനം ഉപേക്ഷിക്കാതെ സ്വന്തം ഭ്രമണപഥത്തിൽ കൂടി ചരിക്കുന്ന ഭൂമിയുടെ ചലനമോ? അതോ സാങ്കല്പികമായ അച്ചുതണ്ടിൽ നിന്നും തെന്നിമാറാതെ ഭൂമി നടത്തുന്ന ചുറ്റിത്തിരിയലോ? അതോ ഭൂമിയിൽ തന്നെയുള്ള ഒരു വസ്തു ഭൂമിയിലോ ആകാശത്തിലോ ചെയ്യുന്ന യാത്രയോ? ഒരിടത്തു തന്നെ ഉറച്ചിരിക്കുന്ന പാറയായാലും അതിൽ തന്നെയുള്ള പരമാണുക്കളുടെ സ്ഥൈതിക ബന്ധനത്തിന്
ആവശ്യമായ ചിട്ടയോടുകൂടി അവ ചെയ്യുന്ന സംഘനൃത്തങ്ങളുണ്ട്. പരമാണുവിൻ്റെ അന്തർലോകത്തിലുള്ളതായി ഗണിതജ്ഞന്മാർ സങ്കല്പിക്കുന്ന ഒരു നെട്ടോട്ടമുണ്ട്. ആ ഊർജ വികിരണത്തിൽ ഉള്ളതായി സങ്കല്പിക്കപ്പെടുന്ന സൂക്ഷ്മതമമായ രേണുവിൻ്റെ ഉദയാസ്തമയങ്ങളുണ്ട്. ഈ പറഞ്ഞതൊന്നും ഐന്ദ്രികമായ അറിവില്ല. പ്രതിഭകളെ ഒന്നോടൊന്ന് ചേർത്തുണ്ടാക്കിയ മാനസികമായ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന കടങ്കഥകളും യക്ഷിക്കഥകളുമാണ്. നാം ഇതെല്ലാം സയൻസിനോടുള്ള ഭക്തി കൊണ്ട് സമ്മതിച്ചു കൊടുക്കുന്നു എന്നും മാത്രം. ദിഗാത്മകമോ ഭവാത്മകമോ ആയ ചലനത്തെയോ മാറ്റത്തെയോ കൽപ്പനയിൽ സ്വയം സിദ്ധമായി നിൽക്കുന്ന വാങ്മയ പ്രതീകമായ കാലം എന്ന വാക്കിൽ നാം തളച്ചിട്ടിരിക്കുന്നു. ഗുരു ജനിസമയം എന്നു പറയുന്നതിനെ ജനനം എന്ന സംഭവം നടക്കുന്ന സമയം എന്ന് പറയാം. അപ്രത്യക്ഷമായിരുന്നത് പ്രത്യക്ഷമാകുന്നതിനു വേണ്ടി വരുന്ന ചലനം എന്ന് വിചാരിക്കാം. അതിനെ രണ്ടിനെയും രേഖീയമായി അടയാളപ്പെടുത്തുന്ന സമയം എന്ന് കണക്കാക്കാം. ഈ മൂന്ന് കൽപ്പനകളും സ്ഥൈതികതയ്ക്ക് വിരോധമുള്ളതാണ്. ബ്രഹ്മാണ്ടമോ സൗരയൂഥമോ ഭൂമണ്ഡലമോ ജീവജാലങ്ങളോ വസ്തുക്കളിലെ രസോർജഗതീയതയോ പരമാണുക്കളോ രേണുക്കളുടെ സഹജ സ്വരൂപമായ ആലക്തിക തരംഗമോ ഒരിടത്തും നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുവാൻ പാടുണ്ടോ? സ്ഥിതിയുള്ളതിനെ അന്തർധാനമുള്ളൂ. ഒന്ന് വേറൊന്നിൽ നിന്നും മറയുന്നതല്ലാതെ തന്നിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്നില്ല. ഈ പരമാർത്ഥം ആലോചിക്കുമ്പോൾ ഭാവനകളെ സൃഷ്ടിസ്ഥിതിലയങ്ങളായി പിരിച്ചുവെച്ചു വ്യവഹരിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യന് സാപേക്ഷികമായി അത് സാധിക്കുന്നു എന്നല്ലാതെ അത് പരമാർത്ഥമാണെന്ന് പറഞ്ഞുകൂടാ. പരമാർത്ഥം ആലോചിക്കുമ്പോൾ ഇതെല്ലാം ചിത്പ്രഭാവത്തിലെ ആശ്ചര്യം മാത്രമാണ്.